അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ ഒരു 4:30 മണിയായപ്പോൾ ഇറങ്ങി കേട്ടോ. അങ്ങ് വീട്ടിൻ്റെ പോയി റേഷൻ കടയിൽ പോയി അരിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നിശാത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മയിൽ വാഹനം എത്തിയിരിക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ പ്രത്യേകത കണ്ടോ? തുള്ളികൾ പറന്നു പോകുന്നതാണ് പറയുന്നത് അല്ലേ? കാറ്റടിച്ചല്ലേ പറന്നു പോകുള്ളൂ. വെള്ളം ഇങ്ങനെ ഗ്ലാസ്സിൽ പറ്റിയിരിക്കത്തില്ല. ബാക്ക് ഗ്ലാസ്സിൽ നമ്മൾ നേരത്തെ തേച്ചിട്ടുണ്ടായിരുന്നല്ലേ? പകുതി നോക്കുമ്പോൾ അറിയാം വെള്ളം ഒലിച്ചിറങ്ങുന്നത്. വെള്ളം ഒലിച്ചിറങ്ങില്ലെങ്കിൽ തെറിച്ച് തുള്ളി വീഴുമ്പോൾ നോക്കിക്കോണം. തുള്ളിയായിട്ട് തന്നെ കിടക്കും. ഈ ഗ്ലാസ്സിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അറിയാനൊക്കെ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ ക്യാമറ എടുക്കണ്ട. ഈ വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ട ഒഴുകി ഇത് നിങ്ങൾ കണ്ടോ ഗായ്സ്? എൻ്റെ ചേട്ടൻ ഷേവ് എൻ്റെ ബ്ലോഗേഴ്സിനൊക്കെ വലിയൊരു അത്ഭുതമായിരിക്കും. നിങ്ങൾ ഷേവ് ചെയ്ത് വൃത്തിയായിട്ടിരിക്കുന്ന 4-3-7 ബ്ലോഗേഴ്സ് 4-3-7 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും കൊണ്ട് പറയുന്നത്. ബന്ധുക്കളും വളരെ കുറവാണ്. ആരും വീഡിയോ കാണാറില്ല. എന്നെ കുറെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്കറിയാം. അവരെയൊക്കെ ഞാൻ ഇപ്പോഴും എന്റെ വീഡിയോ എന്നെ ഇഷ്ടപ്പെടാതെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. ആ ഉള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുന്നവരുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അത് ശത്രുക്കളാവട്ടെ മിത്രങ്ങളാവട്ടെ ആരുമായാലും കമന്റ് ചെയ്യും. നോട്ട് ദ പോയിന്റ്. എന്റെ ശത്രുക്കളായും കൂടുതൽ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരെ മിത്രങ്ങളായും കാണാറില്ല. അതെനിക്കറിയാം. ശത്രുക്കളെല്ലാവരും ഇവള് എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരിക്കും. അപ്പൊ എന്നാലും എനിക്ക് അവരെ സ്മരിക്കും. ഞാൻ അവരെ സ്മരിക്കും. കാരണം എനിക്ക് വാച്ചവർ വാങ്ങി തരുന്നവരായിരിക്കും എനിക്ക് കൂടുതൽ. അവിടെ ഞാൻ എല്ലാവരും സ്മരിക്കും കേട്ടോ. ശത്രുക്കളൊന്നും ഇല്ല. ഈ സമയം ഞാൻ അവരെല്ലാം സ്മരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് പൈസ കിട്ടി തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം സ്മരിക്കുന്നവരായിരിക്കും. അതേപോലെ പോലും കാണാറുണ്ട് എന്റെ വീഡിയോ. സ്കിപ്പ് ചെയ്ത് കളയും. വരും. ഇതൊക്കെ എന്റെ അടുത്ത് വരും എന്തെങ്കിലും. എനിക്ക് വീട്ടിലൊരു ക്യാമറ വെച്ചെങ്കിൽ ഇഷ്ടംപോലെ കണ്ടന്റ് കിട്ടിയിരുന്നു. ഞാൻ എപ്പോഴും ഈ ക്യാമറ കൊണ്ട് നടക്കാൻ പറ്റുമോ? വൈറലായി പോയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് റേഷൻ വാങ്ങിക്കുന്ന റേഷൻ കിട്ടാത്തതുകൊണ്ടാണോ നീ അങ്ങോട്ട് പോകണമെന്ന് ചിലത് ചോദിക്കും. ഇവിടുത്തെ റേഷൻ കടയൊക്കെ ഇവർക്ക് ഭയങ്കര ഡിമാൻഡുള്ള ആൾക്കാരാണ്. നമ്മുടെ സ്വന്തം നസീം മാമനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. റേഷൻ എവിടെ പോയി വാങ്ങിക്കാൻ പോകുന്ന പ്രശ്നമാണ്. ഞാൻ അവിടെ ജനിച്ച് വളർന്നതായത് എൻ്റെ ആ ഏരിയയിലെ മാമൻ പണ്ട് മുതലെയുള്ള നസീം മാമൻ വരും, എന്നെ വിളിക്കും. അപ്പോൾ നമ്മൾ ലിയോയ്ക്കുള്ള അരിയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കണം. ലിയോയ്ക്ക് മാത്രമല്ല, നല്ല അരി വരുമ്പോഴൊക്കെ എനിക്ക് മാമൻ വിളിച്ച് തരും കേട്ടോ. അപ്പോൾ ഈ മാസം വാങ്ങിക്കാറായി. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ബൈക്കിൽ പോയി കല്ലമ്പലം വരെ എത്തിയാൽ മഴയായി. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. ഇതിന് വണ്ടിയായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പോണേക്കാരിച്ച് നേരത്തെ ഇറങ്ങി. പക്ഷെ വൈപ്പ് അടിക്കുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആവുന്നുണ്ട്. സാധാരണ നമുക്ക് വൈപ്പ് അടിക്കുമ്പോൾ ആവൂലായിരുന്നു. പക്ഷെ നല്ല ക്ലിയർ ആവും. ഒരു പ്രാവശ്യം വൈപ്പ് അടിച്ചാണ്ടേ മറ്റേ നമുക്ക് ഇത്രയും നമ്മൾ വെച്ച് ബ്ലേഡിന്റെ കുറച്ച് പ്രശ്നമാണെന്ന് വിചാരിച്ചു. രാത്രിയാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വെളിച്ചമായാലും ഇങ്ങനെ ഡയറക്റ്റ് കണ്ണിലേക്ക് അടിക്കുന്നതിനേക്കാൾ സ്പ്രെഡ് ആയി പോകുന്ന പോലെ ബാക്കിൽ അടിച്ച് നോക്കിയല്ലേ തള്ളി അതെ. അതാ പറഞ്ഞ നൈറ്റില് ബാക്കിൽ വരുന്ന വണ്ടിയുടെ വെളിച്ചം ആ ഗ്ലാസ്സിൽ പാതിയെ അടിച്ചിട്ടുള്ളൂ. അത് നോക്കിയാൽ മതി. രണ്ട് സൈഡും വാങ്ങിക്കട്ടെ. ക്ലിയർ വ്യൂ ആണെന്ന് തോന്നുന്നു. അതിന് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ മേളിൽ ആ സംഭവം ഞാൻ കാണിക്കാം. ബോട്ടിൽ മേലിൽ കാണിച്ചേക്കട്ടെ. അതെങ്ങനെ വാങ്ങിക്കാം? ഓൺലൈൻ വാങ്ങിച്ചാൽ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. റേറ്റ് എത്ര? 400 സാധനം ഇച്ചിരി ഉള്ളൂ. ചെറിയ ബോട്ടിൽ ഞാൻ അവിടെ കാണിച്ചേക്കാം. മേളിൽ വേണ്ടുന്നത് വാങ്ങിക്കാം. പ്രൊമോഷൻ ഒന്നും അല്ല, നമുക്ക് വാങ്ങി യൂസായി നമുക്ക് വർക്കായ സാധനം പറയുന്നേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ആലങ്കോട് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണാച്ചിമാരുടെ കടയിൽ നല്ല മഴയായതുകൊണ്ട് ഒരു വടയൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം. വീട്ടിൽ പോയി കട്ടനോ ചായയൊക്കെ കിട്ടുമെങ്കിൽ കുടിക്കാമെന്ന് വിചാരിച്ച് പോയി. കാരണം എന്തായാലും നേരത്തെ ഇറങ്ങിയതല്ലേ. ഇപ്പോൾ 6 മണിക്ക് ധ്യാനൂസ് ട്യൂഷൻ കഴിഞ്ഞ് വരുള്ളൂ. അതിന് മുമ്പേ ഓടി എത്തിയാൽ മതി. അപ്പം ഒരു 5 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അപ്പുറത്തെ വശത്ത് പോയിന്ന് വട വാങ്ങി ചേട്ടൻ ഇവിടെ എനിക്ക് വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയിലെ സീൻ ഓർമ്മ വന്നത് ദിലീപ് സേഡി മുസല് അങ്ങോട്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ആ ഒരു സംഭവം ഡയലോഗ് ഞാൻ ഓർത്ത് ചിരിച്ചോണ്ടിരുന്നതാണ് കേട്ടോ. അപ്പം പറയേത് കൊണ്ട് വണ്ടികൾ പോകുന്നത് ഞാൻ ഡയലോഗ് പറഞ്ഞു ഇങ്ങോട്ട് ചാടി കാണിക്കാനുള്ളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് എൻ്റെ വീട്. കണ്ട അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു സുഖം വേറെ എവിടെയും കിട്ടത്തില്ല. അവിടെ ഇരുന്ന് 10 വണ്ടി പോകുന്നതിന് വായ നോക്കി ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് പാൽ ചായ വേണ്ട, കട്ടൻ പഞ്ചുമ്പോഴെങ്കിൽ കട്ടനൊക്കെ ഇട്ട് വടയൊക്കെ ആയിട്ട് കുടിച്ചിട്ട് പോയി അരി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. വന്നിട്ടാണ് ഞങ്ങൾ കട്ട കുടിക്കായിരുന്നത്. അപ്പോൾ നമ്മുടെ ലീവ് ചെയ്യാം. നമ്മുടെ റൂൺ ഇങ്ങനെ മേളിൽ വന്ന് നിൽക്കുമ്പോൾ ഇറങ്ങിയപ്പോഴാണ് അവൻ കണ്ടത് കേട്ടോ നമ്മൾ വന്നെന്നുള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ അങ്ങ് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങ് പറഞ്ഞ്
നിൽക്കുന്നതാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ട്യൂഷൻ വിളിക്കുകയാണ്. അപ്പോൾ അതുങ്ങൾ വിളിച്ചിട്ടങ്ങ് പോവാം. ഇപ്പം എത്ര മണിയായി? 6 മണിയായി. 6 o'clock. പക്ഷെ പെട്ടെന്ന് ഇരുട്ടി. മഴയാണ്, നല്ല മഴയുണ്ട് ഗൈസ്. ഇവിടെ മൊത്തം നല്ല മഴ. ഇത് കഴിഞ്ഞ് എനിക്ക് തിരുവാതിര പ്രാക്ടീസിന് പോകണം 6 മണിക്ക്. നമ്മളെ അമ്പലത്തിൽ തിരുവാതിരയുടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട് ഗായ്സ്. ഈ സമയത്താണ് ഗായ്സ് നമ്മൾ പറഞ്ഞ ഡിഫറൻസ് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഇട്ടേക്കുകയാണ്. ബാക്ക് ഗ്ലാസ് വേണ്ട, ആ സംഭവം നമ്മൾ തേച്ചതാണല്ലേ ഇത്? മറ്റേ തേക്കാത്തത് ഒരു സൈഡിൽ തേച്ചതാണ്. ഈ കാണിച്ച ഭാഗം തേക്കാതെ, അത് തേച്ച ഭാഗങ്ങളുണ്ടെങ്കിൽ നല്ല തുള്ളിയായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ഓടി തിരുവാതിര പ്രാക്ടീസിന് വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ, ബൈ ബൈ.